ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ലോറിയും കൊണ്ടാണ് ട്രിപ്പ് പോകുന്നത്. ടാറ്റ 1615 BS3 എഞ്ചിൻ വരുന്നത് ടാറ്റയുടെ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു കിളിയും കൂടിയുണ്ട്, ചങ്ങായോടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇന്നത്തെ ലോഡ് എന്ന് വെച്ചാൽ ഫർണിച്ചറാണ്, ഒരു വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഫർണിച്ചറൊക്കെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് മാറുന്ന പരിപാടിയാണ്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇത് റോങ് വേ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കെന്തായാലും പോയി നോക്കാം. ഒരു ഈ വഴിക്ക് തന്നെയാണ് വീട്, എല്ലാം ചുറ്റി വരേണ്ടി വരും. നമുക്കെന്തായാലും റോങ് വേ ആണെങ്കിലും യെസ്, റോങ് വേ ആണ്. അതിന് വണ്ടിയൊക്കെ വരുന്നുണ്ട്, പോയേ പറ്റും. മറ്റേ വഴി പോയാൽ ചുറ്റി പോകേണ്ടി വരും, നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനേ ഉള്ളൂ റെസിഡൻഷ്യൽ അസോസിയേഷൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ വളവ് കഴിഞ്ഞാലെത്തി. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറാണ് വേണ്ടത്. ഓക്കെ, അത് കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് കയറേണ്ടി വരും. ഓക്കെ, കയറാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഫർണിച്ചർ എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് കയറണം. നമ്മളെവിടെയും തട്ടാണ്ട് എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ അവർ ഫർണിച്ചർ ലോഡ് കയറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റയുടെ വണ്ടി. ഓക്കെ, ഇത് നോർത്ത് ഇന്ത്യൻ വണ്ടിയാണ്. നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് എല്ലാ വണ്ടിയും ഓടിക്കുന്നത്. നമ്മളൊരു ലോറി വാങ്ങാനൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ലോഡ് കയറ്റട്ടെ, നമുക്ക് ലോഡ് കയറ്റിയിട്ട് കാണാം. ഓക്കെ, ലോഡൊക്കെ കയറ്റി കവറൊക്കെ ചെയ്ത് ടാർപ്പായൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി എടുക്കാം. ഓക്കെ, സ്റ്റാർട്ടാക്കി. വണ്ടി എടുക്കാം. ഇന്ന് തിരിച്ച് നമ്മളിപ്പോൾ വന്ന വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം അങ്ങോട്ട് പോയാൽ വീണ്ടും റോങ് വേ ആവും, അപ്പുറത്തല്ല അപ്പുറത്തോട്ട്. ഓക്കെ, അത് കിട്ടത്തില്ല, നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് എടുക്കേണ്ടി വരും. ഈ വണ്ടി അത്ര വലിയ ഒടുവിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് വണ്ടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. ഓക്കെ, മഴ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ ഗ്ലാസ്സിൽ ബഗ്ഗാണ്. മഴവെള്ളമൊന്നും ഗ്ലാസ്സിൽ ഇതാവില്ല. നമുക്കെന്തായാലും വെറുതെ വൈപ്പർ ഇട്ടേക്കാം. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ്. ഓക്കെ, ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ്. നമ്മൾ അപ്പുറത്തെ ഭാഗത്തൂടെ ആയിരുന്നു കയറേണ്ടത്. ജസ്റ്റ് മിസ്. ഇവന് കണ്ണ് കാണുന്നില്ല, അവിടെ ഉരച്ചുകൊണ്ട് പോയിട്ട്. കേസ് അവനങ്ങ് കിട്ടിയിട്ടുണ്ട്. ഈ ലോറിയും കൊണ്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്നാലും ശ്രമിച്ചു നോക്കാം. ഓക്കെ, സ്പീഡ് കയറി വരുന്നുണ്ട്. അവനെ മുമ്പിലുണ്ട്. അവൻ അപ്പുറത്തെ വഴിക്കാണ്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇപ്രാവശ്യത്തേക്ക് ശ്രമിച്ചിരിക്കുന്നു. ഓക്കെ, കാരണം അവനെ പേടിയായിട്ടൊന്നുമല്ലേ, ശ്രമിച്ചു വിട്ടേ. ഓക്കെ, നേരെയാണ് പോകേണ്ടത് നമുക്ക്.
അപ്പോൾ രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. സമയം ഇപ്പോൾ 9:12 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉച്ചയോടെടുക്കുമ്പോഴത്തേക്ക് എത്തിക്കണം. ഉച്ചയല്ലേ വൈകുന്നേരം, സമയം അവർ പറഞ്ഞിട്ടില്ല. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാണ് ഇത്ര സമയത്തിനുള്ളിൽ എത്തിക്കണത്. വൈകുന്നേരം ആ ടൈമിന് അങ്ങനെ എത്തിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് പാലം കയറിയിട്ട് വേണം പോകാൻ. ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ടത്. പിന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ട്. വൈപ്പർ ഓഫായി കളയാം. നമ്മളിൽ പെട്രോളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. സോറി, ഡീസൽ. അതുകൊണ്ട് നമ്മൾ പമ്പിലൊന്നും കയറുന്നില്ല. ഓക്കെ, നമ്മൾ ആദ്യം ഒരു റെസിഡൻഷ്യൽ സ്ഥലം ഉണ്ട്, ആടെയല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇറക്കേണ്ടതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാറിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വണ്ടിയിൽ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 9:41 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്ന എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പഴയ വണ്ടി ആയതുകൊണ്ട് ക്യാബിനൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട്, ചെറിയ ഭാഗങ്ങളൊക്കെ. വണ്ടിയുടെ പുറം വശം അങ്ങനെ ഫുട്പാത്തുമ്മ കയറി. ഇവിടെ പുറകുവശം അങ്ങനെ അവന് ചെറുതായിട്ടൊന്ന് തട്ടിയ പോലെ. ഓക്കെ, കുഴപ്പമില്ല. വണ്ടിയുടെ പുറത്തുനിന്ന് കാണുന്ന അങ്ങനെ തന്നെ തുരുമ്പിച്ചിട്ടാണ് ഉള്ളത് ഈ ക്യാബിൻ്റെ ഈ ഭാഗം. ഓക്കെ, അപ്പോൾ പഴയ വണ്ടിയാണിത്. ഓ, ജസ്റ്റ് മിസ്സാണ്. ഓ, പോലീസ്. റിയലാണെ ഞങ്ങളെ കാര്യം തീർന്നിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവനെ ഓവർടേക്ക് ചെയ്തോടെ അല്ലേ. എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. ഇവിടുന്ന് ഇതൊരു ഇടുങ്ങിയ റോഡാണ്. എന്നുവെച്ചാൽ ഫുള്ള് മുക്കിന് വളവാണ്. നോക്കിക്കേ, ഇങ്ങോട്ടേക്ക് വളഞ്ഞ് നേരെ വലത്തോട്ടേക്ക് പിന്നെയും വളഞ്ഞ്. ഓഹ്, ഒടിഞ്ഞ് കിട്ടിയില്ല. ചെറുതായിട്ട് ആ ഫുട്പാത്ത് മുന്നോട്ട് കയറി. പിന്നെ നേരെ പോയിട്ട് പിന്നെ ഒരു വളവ്, അതിനുശേഷം അടുത്തോട്ട് പിന്നെ ഒരു വളവ്. അതും ഒടിഞ്ഞ് കിട്ടിയില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഏരി ജസ്റ്റ് മിസ്സിന്. ഓ, ഞാൻ ആ മിറർ നോക്കിയില്ല. അവനെന്ത് കേരള കയറിയത്, ഒരു ഹോണ് പോലും ഇടിക്കാണ്ട്. ഓക്കെ, പിന്നെ ഒരു വളവായി. ഓക്കെ, നമ്മൾ നല്ല പാടത്തിൻ്റെ നടുക്കൂട്ടെ നല്ല അടിപൊളിയായിട്ട് ലോറിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോവാണ്. നല്ല പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അടുത്ത ഭാഗത്ത് നോക്കിയാൽ കാണാം. ഓക്കെ, ഇവിടെ എന്താ വൈക്കോലൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊബൈൽ ടവർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഓഹ്, ഇത് നല്ല ബ്രേക്കാട്ടോ, ഒറ്റ ചവിട്ടിനവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്നും വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കണം. ഇതൊക്കെ ഇടുങ്ങിയ റോഡുകളാണ്. കഷ്ടിച്ച് പോവാം. നമ്മുടെ മറ്റേ ഈച്ചറായിട്ടാണെങ്കിൽ ഇതിലെ കഷ്ടിച്ചേ പോകാൻ പറ്റൂ. അവിടെ ഞാൻ നിർത്തിയതല്ലായി, അല്ലെ അവനെൻ്റെ മേത്തോട്ട് ചാർത്തിയിട്ടേ പോവും. കിളീൻ്റെ കാര്യം തീരുമാനമായിരുന്നു. ഓക്കെ, എന്താ വണ്ടി നീങ്ങത്തെ? ഓക്കെ, ടച്ച് വർക്കായിട്ടില്ല പെട്ടെന്ന്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളെ പമ്പ് കയറേണ്ട ആവശ്യമില്ല. പെട്രോളൊക്കെ ഉണ്ട്, സോറി ഡീസലൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോൾ അടിച്ചാണല്ലോ. അപ്പോൾ
കണ്ടോ പിന്നെയും കുറേ വളവുണ്ട്. ഇവിടുന്ന് ബ്രേക്ക് ഒരു തട്ടാണ്ടെന്ന ഭാഗ്യം, ഞാൻ വളച്ചിട്ടത് വളഞ്ഞിട്ടില്ല. ഓക്കെ പോലീസൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്നൊരു ഇറക്കം. ഓക്കെ നമുക്ക് ശരിക്ക് റൈറ്റാണ് പോകേണ്ടത്. നമുക്കൊന്ന് നേരെ പോയേക്കാം. രണ്ട് ഭാഗത്തോട്ട് പോയാലും അവിടെ തന്നെ എത്തുക. നമ്മൾ ഈ റൂട്ട് ഒരിക്കൽ വന്നതാണ്, നമ്മുടെ ഓൾഡ് ലാൻഡൊക്കെ ആയിട്ട് വീഡിയോ ഓർമ്മയുണ്ടാവും. ഓക്കെ അങ്ങോട്ടൊരു ഓഫ് റോഡ് ഉണ്ട്, ആ വഴി വെറുതെ ഒന്ന് പോയി നോക്കണം എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ. ഇതിപ്പോൾ ലോഡുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറാത്തത്, അല്ല ഇവിടെയൊക്കെ കയറി ഒന്ന് ചുറ്റി അടിച്ചിട്ട് നമ്മൾ പോകും. ഓക്കെ ഇവിടെയൊക്കെ മുടിഞ്ഞ വളവാണ്. എന്താ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്തല്ലോ ഒന്ന് കാക്കിയൊന്നും കൊത്തിത്തൊന്നുമില്ല. ഒരു കണ്ണാടിയെങ്കിലും വെച്ച് കൊടുക്കട്ടെ അല്ലേ. ഇവിടെ ട്രാഫിക്കാണ്, നീങ്ങിയിട്ടുണ്ട്. ഓക്കെ അവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബസ്സുണ്ട് അവിടെ കിടന്നിട്ട്, എന്തിനാവും. ഇവിടുന്നൊരു കയറ്റവും ഒരു മുടിഞ്ഞ വളവും ഉണ്ട്. ഈ വളവ് കഴിഞ്ഞിട്ടൊരു 6 വളവുണ്ട്. തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം. പോലീസ് ഇല്ല, ചവിട്ടിയാൽ വേഗം കിട്ടും. ഒറ്റ നിൽക്കല, പിന്നെ മെല്ലെ ചവിട്ടി സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. ഓക്കെ ആ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം ഏകദേശം അടുത്തു എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് എന്തായാലും പോകാം. നമ്മുടെ ബാക്കിൽ വരുന്ന ഫാമിലി ബാക്ക് തന്നെ ഉണ്ടോളി ഉണ്ടാവുമായിരിക്കും. ഓക്കെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ എത്തേണ്ടടിക്ക് എത്തും. ഓക്കെ ഇവിടുന്നൊരു 2 വളവും കൂടിയേ പോകണ്ടു. ഓക്കെ അപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്ത് ആകെ കുളമായിട്ടുണ്ട്. നമ്മൾ ടാർപ്പായ വലിച്ച് ഫർണിച്ചറിൻ്റെ മുകളിൽ കയറ്റിയോണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലം ഇതാണ്, ഇതിൻ്റെ മുകളിലോട്ട് കയറണം. പക്ഷെ അപ്പുറത്തോട്ടാണ് കയറേണ്ടത്. ഇവിടെ ഇറങ്ങി വരേണ്ട വണ്ടിയാണ്, വണ്ടികളൊക്കെ ഇറങ്ങി വരേണ്ട സ്ഥലമാണിത്. അപ്പുറത്തോട്ട് നമ്മൾ വളച്ച് ഒടിച്ച് കയറ്റണം. ഓക്കെ അവനെ കടത്തി വിടാം അല്ലേ. ഓക്കെ ഇവിടെ ഒടിച്ച് കുറച്ച് മുമ്പോട്ടായി പോയി. ഓക്കെ ഇത് കിട്ടും. ഓക്കെ അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് കയറുക, ലോഡ് അങ്ങോട്ട് ഇറക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് കയറി റിവേഴ്സ് എടുത്ത് വെക്കാനാണ് പറഞ്ഞത് നമ്മളോട്, വേറെ ഇറക്കിക്കോറെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാം. ഓക്കെ റിവേഴ്സ് പോട്ടെ, തട്ടൂല. ഓക്കെ കറക്റ്റാണ്. ഓക്കെ മതി. ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓഫാക്കിയിട്ട് ഇറങ്ങാം. എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി ലോഡൊക്കെ ഇറക്കാൻ ആൾ വരും. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നതിലേക്കും ബായ്. ഡാൻസ് കളിക്കാം അല്ലേ.